യഥാർത്ഥത്തിൽ പാട്ടിനെക്കുറിച്ച് മഹാനായ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നത് ഇന്നൽ ഗിനാഅ യുൻബിതു നിഫാഖ ഫിൽ ഖൽബി കമാ യുൻബിതുൽ മാഉൽ ബഖല. പാട്ടുകൾ അത് ഹൃദയത്തിൽ കാപട്യത്തെ വളർത്തുന്നു. വെള്ളം ചെടികളെ പച്ചപ്പിനെ വളർത്തുന്നത് പോലെ, നനവുള്ള ഇടങ്ങളിൽ പച്ചപ്പ് വളരുന്നത് പോലെ മ്യൂസിക് അല്ലെങ്കിൽ പാട്ട് അത് ഹൃദയത്തിൽ കാപട്യത്തെ വർദ്ധിപ്പിക്കുന്നു എന്നാണ്. കാരണം പാട്ടുകളുടെ ഉള്ളടക്കം പലപ്പോഴും തോന്നിവാസങ്ങളാണ്, പ്രണയമാണ്, സെക്സാണ്, മറ്റു വൃത്തികേടുകളാണ്, അല്ലെങ്കിൽ അനാവശ്യങ്ങളാണ്, അല്ലെങ്കിൽ ഇല്ലാത്ത ഭാവനകളാണ്. യാഥാർത്ഥ്യം പറയുക, സത്യം പറയുക എന്നുള്ളത് പാട്ടിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പാട്ടിനെ നമ്മൾ സൂക്ഷിക്കണം. സ്വഹാബികൾ പറയാറുണ്ട്, പാട്ടും ഖുർആനും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കുകയില്ല എന്നാണ്. പാട്ടുകളോടുള്ള ഇഷ്ടവും ഖുർആനിനോടുള്ള ഇഷ്ടവും ഒരേപോലെ ഹൃദയത്തിൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാധീനത്തെ കുറയ്ക്കുന്നതാണ്. ഖുർആൻ മനസ്സിലും ജീവിതത്തിലും വരുത്തുന്ന സ്വാധീനത്തിൻ്റെ ശക്തിയെ പാട്ടുകൾ ഇല്ലാതെയാക്കി തീർക്കുന്നതാണ്. ഇത് പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പാട്ടുപാടുക, പാട്ട് ആസ്വദിക്കുക എന്നതൊക്കെ നമുക്കിടയിൽ ഫാസിഖീങ്ങളായ ആളുകൾ, അധർമ്മകാരികളായ ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ റീൽസുകളിലൂടെ നിരന്തരമായ പാട്ട് നമ്മുടെ മനസ്സുകളിലേക്ക് കയറുമ്പോൾ ഖുർആൻ കേൾക്കാനുള്ള താല്പര്യമില്ലാതെയാകും, പഠിച്ച ഖുർആൻ മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകും, ഹൃദയത്തിലെ ഭക്തിയെ അത് ഇല്ലാതെയാക്കും.